13 ദിവസം പ്രായമായ ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഞങ്ങളെ നോക്കിക്കൊണ്ട് വന്നതാ. ഒരു വട വീട്, ആ വട ഞങ്ങള് എനിക്ക് വെച്ച് കുത്തി ഇത്ര ദിവസം കൊണ്ട് ഈ ഞാൻ ഇതുപോലെ ആക്കിയെടുത്ത വാടകമായി വല്ലാട് 210 ഏക്കർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരുന്ന പോലെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന. എന്നാ ചെയ്ത് ഞങ്ങൾക്ക് ആരുണ്ട്? ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക്? കോട്ടയം ജില്ലയിൽ ഇന്നലെയുണ്ടായ അതിശക്തമായ മഴയിൽ ദുരിതത്തിലായിരിക്കുന്നത് ഉൾപ്രദേശങ്ങളിലുള്ള കർഷകരാണ്. കോട്ടയം കൊല്ലാട് വടക്കുപുറം കിഴക്കുപുറം പാടശേഖരങ്ങളിലെ നെൽപ്പാടങ്ങളിൽ മടപൊട്ടി വെള്ളം കയറിയത് കാരണം വലിയ ദുരിതത്തിലാണ് ഇവിടുത്തെ കർഷകരിപ്പോൾ. ഇന്ന് വെളുപ്പിന് 2 മണിയോടുകൂടിയായിരുന്നു മട വീണത്. മോട്ടോർ പുറയിലുണ്ടായിരുന്ന പ്രദേശവാസി മറ്റുള്ള കർഷകരെയും വിവരമറിയിക്കുകയായിരുന്നു. എല്ലാവരും ഉടൻ തന്നെ പ്രദേശത്തെത്തിയെങ്കിലും പാടശേഖരത്തേക്ക് വെള്ളം കയറിയിരുന്നു. ബണ്ടിന്റെ പകുതിയോളം ബണ്ട് തള്ളിക്കിടക്കുകയാണ്. ഒരു 20 ലക്ഷം രൂപ മുടക്കിയാലെങ്കിൽ ഈ ബണ്ടിന്റെ പണി ഇനിയും തീരത്തുള്ളൂ. അതുപോലെ അതിഭയങ്കരമായിട്ടുള്ള പണിയിലാണ് ബണ്ട് കിടക്കുന്നത്. ഇനി ഞങ്ങൾ കൃഷി ഇറക്കണമെങ്കിൽ ഇത് 1.5 മാസത്തോളം എങ്കിലും എടുക്കും. 210ഓളം വരുന്ന ഏക്കർ പാടശേഖരത്താണ് മടപൊട്ടി വെള്ളം കയറിയത്. ഏകദേശം 20 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കർഷകർ ഇത്തവണ വിത്തിറക്കിയത്. കിഴക്കേ വണ്ടും വടക്കേ വണ്ടും തെക്കേ വണ്ടും എല്ലാം വണ്ടും വെള്ളലുകൊണ്ട് പൊട്ടിക്കേറി നിൽക്കുകയാണ്. തെങ്ങേരി അടിച്ച് വിലപ്പെടുത്തി വേണം ഞാൻ അത് ചെയ്യാൻ. അത് ഈ 20 ലക്ഷം രൂപ മുടക്കി ഈ മടയും വണ്ടിന്റെ പണിയും തീർത്ത് പോന്നിരിക്കുന്നത്. മടപൊട്ടി വെള്ളം കയറിയതോടെ കർഷകരും വലിയ ദുരിതത്തിലായി. 48ഓളം കുടുംബങ്ങളടങ്ങുന്ന കർഷകരാണ് ഈ പാടത്ത് കൃഷി ചെയ്തിരുന്നത്. പൊട്ടിയത് കാരണം ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായി. ഇനിയും ഇത്രയും പൈസ ചെലവഴിച്ച് ഞങ്ങളെ കൊണ്ട് പാടാണ് വരുന്നത്. ഇപ്പൊ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ധനസഹായം ഉണ്ടായിട്ടില്ല. 14 ദിവസം പ്രായമുള്ള നെൽക്കതിരുകളാണ് വെള്ളം കയറിയത് കാരണം നശിച്ചു പോയത്. അധികാര ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൂടെ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. വിവരം കൃഷി ഓഫീസറെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചു. സർക്കാരിൽ നിന്നും ഇനി സാമ്പത്തിക സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ കൃഷിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് കർഷകർ പറയുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി ഈ പാടശേഖരങ്ങളിൽ വിത്തിറക്കിയവരാണ് ഈ കർഷകർ. എന്നാൽ ഇന്നലെ രാത്രിയിൽ പെയ്ത ഒറ്റമഴയിൽ അവരുടെ ജീവിതം തന്നെ വലിയ ദുരിതത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനൊരു പ്രതിവിധി എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകണം എന്നാണ് ഈ കർഷകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ അഭിശങ്കറിനൊപ്പം ജോബിൻ ജോർജ്, ജാഗ്രത ന്യൂസ്.